Hi all, welcome to once. So welcome to the discussion of important topics related to ECT 204 signals and systems. Okay. So ECT 204 signals and systems module 1 in the syllabus elementary signals, classification, representation of continuous time, discrete time signals, signal operations, continuous time and discrete time systems, classification and properties. Then differential equation representing the discrete time systems, LTA systems, calculate the stability, causality, etc. So ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് എക്സാം ടൈമിൽ അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് സോ എങ്ങനെ നമുക്ക് 40 മാർക്സിലേക്ക് പെട്ടെന്ന് എങ്ങനെ പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ മാക്സിമം മാർക്ക് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, അപ്പോൾ ഏതൊക്കെ ടോപ്പിക് നമുക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, സോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സോ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ എലിമെന്ററി സിഗ്നൽസ്. സോ ഈ എലിമെന്ററി സിഗ്നൽസ് എടുത്താൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Different types of signals, different types of elementary signals 3 മാർക്ക് ആയിട്ട് ചോദിച്ചേക്കാം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലിമെന്ററി സിഗ്നൽസ് ആണ് യൂണിറ്റ് സ്റ്റെപ്പ്, യൂണിറ്റ് റാമ്പ്, ഇമ്പൾസ്, പരാബിള, ഇതൊക്കെയാണ് എലിമെന്ററി സിഗ്നൽസ്. സോ ഈ ഒരു ഈ എലിമെന്ററി സിഗ്നൽസിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കുന്നത് അനദർ ക്വസ്റ്റ്യൻ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇമ്പൾസ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇമ്പൾസ് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കും. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനകത്ത് മെയിൻലി ക്ലാസിഫിക്കേഷൻ ഉള്ളത് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ഫസ്റ്റ് വൺ, പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് സെക്കൻഡ് വൺ, കോസൽ ആൻഡ് നോൺ കോസൽ, എനർജി ആൻഡ് പവർ. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് 10 മാർക്സിന് അല്ലെങ്കിൽ 40 മാർക്സിന് 10 to 14 മാർക്സിന് ചോദിച്ചേക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ എടുത്തുകൊണ്ട് ചെക്ക് വെദർ ദ ഗിവൺ സിഗ്നൽ ഈസ് എനർജി സിഗ്നൽ ഓർ എ പവർ സിഗ്നൽ, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ ചെക്ക് വെദർ ദ ഗിവൺ സിഗ്നൽ ഈസ് പീരിയോഡിക് ഓർ നോൺ പീരിയോഡിക്, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് കമ്പൈൻഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ 2 പ്രോബ്ലം തന്നുണ്ട്. അതായത് ഒരു പ്രോബ്ലം തരുവാണ് x of t is equal to e raised to minus 2t into u of t. So check whether the given signal is energy or a power signal or a periodic or a non-periodic signal. If it is periodic signal, find the period. So അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസിഫിക്കേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഡിസ്ക്രീറ്റും സെയിം തന്നെയാണ്. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിനകത്തെ എനർജി സിഗ്നൽ ആണ്, പവർ സിഗ്നൽ ആണെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ നെക്സ്റ്റ് വൺ വരുന്നത് ക്ലാസിഫിക്കേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ്. സോ സിസ്റ്റംസിന്റെ ക്ലാസിഫിക്കേഷനും പ്രോപ്പർട്ടീസും. ഈ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷനിലും നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്. സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഈ സിസ്റ്റം ക്ലാസിഫിക്കേഷനകത്ത് കുറേ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ലീനിയർ, നോൺ ലീനിയർ, സ്റ്റാറ്റിക്, ഡൈനാമിക്, കോസല്, നോൺ കോസല്, ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇത് വരുന്നുണ്ട്. പിന്നെ ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10 മാർക്കിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് 3 മാർക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ക്വസ്റ്റ്യൻ x of t is equal to t square into u of t, അല്ലെങ്കിൽ x of n is equal to n into u of n. Check whether the system is linear or non-linear or time variant or time invariant. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ്, പ്രോപ്പർട്ടീസ്. സോ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിൽ ചോദിച്ചേക്കാം. അതുപോലെ തന്നെ 10 മാർക്സിലും 10 to 14 മാർക്സിലും ചോദിക്കാം. സോ ഇത്രയുമാണ് ഈ ഒരു മെത്തേഡ് ഇവിടെ നിന്നുള്ളത്. ഇത് അതായത് പാർട്ട് എയിലും പാർട്ട് ബിയിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇതിനകത്തുള്ളത്. അത് എലിമെന്ററി സിഗ്നൽ 3 മാർക്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ 3 മാർക്സ് പ്ലസ് 10 മാർക്സ് പാർട്ട് എ ആൻഡ് പാർട്ട് ബിയിൽ ചോദിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഒരു സിഗ്നൽ ഓപ്പറേഷൻ ഓഫ് സിഗ്നൽസ്. സോ ഓപ്പറേഷൻ ഓഫ് സിഗ്നൽസ് പറയുമ്പോൾ കുറേ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ടൈം സ്കെയിലിംഗ്, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്, ടൈം ഷിഫ്റ്റിംഗ്, ഇതൊക്കെ. സോ ടൈം ഷിഫ്റ്റിംഗ് അത് സാധാരണ കണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു സിഗ്നൽ തരിക. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിഗ്നൽ തന്നിട്ട് ഫൈൻ x of t എന്നൊരു സിഗ്നൽ ഇങ്ങനെ തരും നമുക്ക്. x of t തന്നിട്ട് x of 2t തരും. ഇതെന്താണ്? ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ്. അതുപോലെ തന്നെ x of t മൈനസ് സംതിങ് വാല്യൂ അല്ലെങ്കിൽ x of t പ്ലസ് സംതിങ് വാല്യൂ ഒക്കെ തരും. ഇതെന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ് ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് സിഗ്നൽ ഓപ്പറേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈമും ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈമും ഉണ്ട്. സിഗ്നൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ സാധനം പാർട്ട് എ ഒക്കെ കൂടുതൽ പാർട്ട് ബിയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.
നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ. സോ ഒരു ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് ഫൈൻഡ് റെസ്പോൺസ്. സോ അങ്ങനെ ഒരു കേസിൽ നമുക്കാണെങ്കിൽ ഇൻപുട്ട് തന്നുകൊണ്ട് ഇൻപുട്ട് റെസ്പോൺസ്, ഇൻപുട്ട് ഇമ്പൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. സോ ഇൻപുട്ട് സ്റ്റെപ്പ് ആണെങ്കിൽ സ്റ്റെപ്പ് റെസ്പോൺസ്. അപ്പോൾ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ്, അത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും. സോ ഇതൊരു അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നാണ് പാർട്ട് ബിയിൽ ചോദിക്കുന്നതാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇത് LTI സിസ്റ്റം ആൻഡ് കൺവല്യൂഷൻ. സോ കൺവല്യൂഷൻ ഇൻ്റഗ്രലും ഉണ്ട്, കൺവല്യൂഷൻ സമ്മും ഉണ്ട്. സോ കൺവല്യൂഷൻ ഇൻ്റഗ്രൽ ഷുവറായിട്ട് പാർട്ട് ബിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കൺവല്യൂഷൻ ഓഫ് 2 സിഗ്നൽസ്. അപ്പോൾ 2 സിഗ്നൽ തന്നുകൊണ്ട് അതിന് കൺവല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ x കൺവല്യൂഷൻ h. 2 ഡിഫറെൻറ്റ് സിഗ്നൽസ് തരും. ആ 2 ഡിഫറെൻറ്റ് സിഗ്നൽസ് വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ കൺവല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെയും കൺവല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ 2 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ സിഗ്നൽ തന്നുകൊണ്ട് അതിൻ്റെ കൺവല്യൂഷൻ. അതുപോലെ തന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അത് 4 മാർക്സ് 5 മാർക്സിലൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് ചെക്ക് വെദർ ദ ഗിവൺ സിഗ്നൽ ഇസ് കോസൽ അല്ലെങ്കിൽ ചെക്ക് വെദർ ദ ഗിവൺ സിഗ്നൽ ഇസ് സ്റ്റേബിൾ, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് അടുത്തായിട്ട് വരുന്നത്. സോ പിന്നെ 3 മാർക്കിൽ മാത്രം എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് കോറിലേഷൻ ഓഫ് സിഗ്നൽസ്. ഡിസ്ക്രൈബ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ദ സിഗ്നൽസ്. ഇതെല്ലാമാണ് മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. സോ മൊഡ്യൂൾ 1 പാർട്ട് എയിലേക്ക് ഡിഫറെൻറ്റ് എലിമെൻ്ററി സിഗ്നൽ, ഡിഫറെൻറ്റ് ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ, ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ തന്നുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ്, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് തന്നുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. ദെൻ കോറിലേഷനൊക്കെ പാർട്ട് എയിൽ ചോദിക്കുന്നതാണ്. പാർട്ട് ബിയിൽ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഓപ്പറേഷൻസ് പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ക്ലാസിഫിക്കേഷൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് എല്ലാ ക്ലാസിഫിക്കേഷൻ ചെക്ക് ചെയ്യാനായിട്ട് പാർട്ട് ബിയിൽ സിഗ്നൽസിലും ഉണ്ട് സിസ്റ്റത്തിലും ഉണ്ട്. അതൊരു ഷുവറായിട്ട് ചോദിക്കുന്ന വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിഫറൻസ് ഇക്വേഷൻ തന്നുകൊണ്ട് ആ ഡിഫറൻസ് ഇക്വേഷൻ്റെ റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതായത് ഡിഫറൻസ് ഇക്വേഷൻ നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിലേക്ക് എക്സ്പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻപുട്ട് ഉൾപ്പെടെ തരും. ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ തന്നുകൊണ്ടുള്ള റെസ്പോൺസ്, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കോസാലിറ്റി, സ്റ്റെബിലിറ്റി 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ഡിപ്പെൻസ് ആണത്. ദെൻ കൺവല്യൂഷൻ പാർട്ട് ബിയിൽ മാത്രം ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ പാർട്ട് എയിലെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. ദെൻ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണുള്ളത്. അതിനകത്ത് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ട്. ദെൻ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് ഉണ്ട്. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട്. ഓക്കെ. ഇവിടെ ഉണ്ട് കോസാലിറ്റി, സ്റ്റെബിലിറ്റി, ദെൻ റിലേഷൻ ബിറ്റ്വീൻ 3 ടോപ്പിക്കുകൾ. സോ നമുക്കാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസിനകത്ത് ഒരു വലിയൊരു പീരിയോഡിക് സിഗ്നൽ തന്നുകൊണ്ട് ഫൈൻഡ് ദ ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ essay ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് ബിയിൽ ഷുവറായിട്ട് ചോദിക്കാം. ഇതെന്ന് പറഞ്ഞാൽ 10 തൊട്ട് 14 മാർക്സ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസിനകത്ത് ഫൈൻഡ് ദ ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ്. അതെന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു സിഗ്നൽ തന്നുകൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം പീരിയോഡിക് സിഗ്നൽ തന്നുകൊണ്ട് ചോദിക്കാം. അത് പാർട്ട് ബിയിൽ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഈ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ളത് പാർട്ട് എയിലും ചോദിക്കാം, പാർട്ട് ബിയിലും ചോദിക്കാം. അതായത് പാർട്ട് എയിൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് ദ CTFT ഓഫ് e⁻⁻at × u(t). സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് 3 മാർക്സിന് മാത്രമേ ചോദിക്കുക. ഓക്കെ. അതുപോലെ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിനകത്ത് നമുക്ക് പാർട്ട് ബിയിലും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. അതായത് നമ്മുടെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ പ്രോപ്പർട്ടീസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് പിന്നെ 3 മാർക്ക് ഈ കണ്ടിന്യൂസ് ടൈം എല്ലാ ഇതിലും കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമിലും കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് കോമൺ ആയിട്ട് അങ്ങ് പഠിക്കുക. പഠിച്ച് നൊട്ടേഷൻ മാത്രം ഡിഫറെൻ്റ് ആക്കുക. സോ അത് പാർട്ട് എയിലും പാർട്ട് ബിയിലും കണ്ടിട്ടുണ്ട്. പാർട്ട് എയിലാണ് കൂടുതലായിട്ട് വരിക. ഫൈൻഡ് ദ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് CTFT, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി ഓഫ് CTFS, അല്ലെങ്കിൽ പാസ്വെൽ തിയറം. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ പ്രോപ്പർട്ടീസ് ഇത് 3 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഒറ്റയ്ക്കായിട്ട്, അതായത് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁻at × u(t). ലാപ്ലേസ് ട്രാൻസ്ഫോം സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെ നമുക്കൊരു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാനായിട്ട് ചോദിക്കാം. അതെന്ന് പറഞ്ഞാൽ പാർട്ട് ബിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. പിന്നെ ROC, റീജിയൻ ഓഫ് കൺവേർജൻസ്. സോ ഈ റീജിയൻ ഓഫ് കൺവേർജൻസ് തന്നുകൊണ്ട് നമുക്ക് മോഡ് സെറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് റിയൽ പാർട്ടിന്റെ വാല്യൂ തന്നുകൊണ്ട് നമുക്ക്, അതായത് പാർട്ട് ബിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും.
അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ROC, പ്രോപ്പർട്ടീസ് ഓഫ് ROC. പ്രോപ്പർട്ടീസ് ഓഫ് ROC 3 മാർക്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ROC ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതായത് നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരും, അതിൻ്റെ നമ്മൾ എക്സ് ഓഫ് ദി ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം യൂസിങ് നമ്മുടെ ഏതാണ് ROC. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മളിതിൻ്റെ എക്സ് ഓഫ് ദി ഇതെന്ന് പറഞ്ഞാൽ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു 10 to 14 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ 10 to 14 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതാണ് ROC ആൻഡ് ROC ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഫോറിയർ സീരീസ് ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. കോസാലിറ്റി സ്റ്റെബിലിറ്റി നമ്മൾ ഈ ROC വെച്ച് തന്നെയാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, അതായത് ജനറലായിട്ട് ചോദിക്കുന്ന e−AT(u)t, e−AT(u)t, e−AT(u)-t ഇങ്ങനെ ജനറലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിന് അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ്. ഇപ്പം റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മോഡുലസ് വാല്യൂ ലെസ് ദാൻ വരിക, ഗ്രേറ്റർ ദാൻ വരിക, ഇൻ ബിറ്റ്വീൻ വരിക. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് ഇതുപോലെ തന്നെ e−AT, e+AT, e−AT(u)t, e+AT(u)t, e+AT(u)-t, ഇത്രയും സാധനങ്ങൾ പഠിക്കുക, അതിൻ്റെ കോസാലിറ്റി സ്റ്റെബിലിറ്റി. പിന്നെ ഇവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ജിബ്സ് ഫിനോമിന. ജിബ്സ് ഫിനോമിന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ജിബ്സ് ഫിനോമിന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ് ഇവിടെ നിന്നുള്ളത്. ഇതെല്ലാം പ്രോപ്പർട്ടി ഷുവറായിട്ട് പഠിക്കണം. പ്രോപ്പർട്ടി ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് ഓരോ ഇതിനും CTFT, CTFS, LS എന്നെല്ലാം ഓരോ ഇതിനും ഒരു മിനിമം 5-6 പ്രോപ്പർട്ടീസ് വെച്ചുണ്ട്. ഓരോ പ്രോപ്പർട്ടീസും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും പഠിക്കണം, essay ക്വസ്റ്റ്യൻ ആയിട്ടും പഠിക്കണം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ പ്രീന്റെ പ്രോപ്പർട്ടി, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി, ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി, ഇതൊക്കെ 3 മാർക്സിന് ഒറ്റയ്ക്ക് ചോദിക്കും ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട്. അതായത് n+1 × u(n), അതായത് അപ്പോൾ n × u(n) ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടിയാണ്. സോ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം ചെയ്യാനായിട്ടും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 2-ൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ദെൻ മൊഡ്യൂൾ 3-നകത്ത് വരുമ്പോഴത്തേക്ക് LTI സിസ്റ്റം യൂസിങ് ലാപ്ലേസ് ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം, അതായത് അനാലിസിസ് ഓഫ് ലാപ്ലേസും ഫോറിയറും. സോ ഇവിടെ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, ഷുവറായിട്ട് ചോദിക്കുന്ന 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ LTI സിസ്റ്റം 10 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 10 മാർക്ക് ഷുവറായിട്ട് ചോദിക്കും. അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് ലാപ്ലേസും ഫോറിയറും ഉണ്ട്. അതായത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നുകൊണ്ട് അതിന് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻവേഴ്സ് ലാപ്ലേസ് കാൽക്കുലേറ്റ് ചെയ്ത് എക്സ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുക. സിമിലർലി ഫോറിയർ ട്രാൻസ്ഫോം, അതായത് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ എക്സ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇത് രണ്ടും ഷുവറായിട്ട് ചോദിക്കുന്ന 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതിൻ്റെ ഒരു അല്ലാതൊരു സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ തരിക, കണ്ടിന്യൂസ് ടൈം ലാപ്ലേസിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് ഇപ്പം നോക്കിയാൽ a⁻(n) ഒരു ക്വസ്റ്റ്യൻ തരിക. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്, ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. സോ ഇനി ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കാം, 10 to 14 മാർക്സിൽ ഷുവറായിട്ട് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ജനറലായിട്ടൊരു ക്വസ്റ്റ്യൻ തരിക, a⁻(n), e⁻AT(u)t, ഇങ്ങനെയൊക്കെ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് തരാം. ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. സോ അനദർ ഈ മൊഡ്യൂളിൽ നിന്ന് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സാമ്പിളിംഗ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്. സോ സാമ്പിളിംഗ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്, സാമ്പിളിംഗ് തിയറം, ഏലിയാസിങ്. സോ ഇവിടെ 3 മാർക്കിന് വാട്ട് ഈസ് ഏലിയാസിങ്, ഹൗ ടു അവോയ്ഡ് ഏലിയാസിങ്, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സാമ്പിളിംഗ് തിയറം, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സാമ്പിളിംഗ് തിയറം. ഇതിനകത്ത് വരുന്ന ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നൈക്വിസ്റ്റ് തിയറം. ഇതൊക്കെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ നമ്മൾ ഒരു കണ്ടിന്യൂസ് ടൈം സാമ്പിളിങ്, അതിൻ്റെ സാമ്പിളിങ്ങിൻ്റെ എക്സ്പ്രഷൻ എഴുതി സ്പെക്ട്രം വരച്ച് ഹൗ ടു നമ്മളതിനെ റീകൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഈ സെപ്പറേറ്റ് ആയിട്ട് നൈക്വിസ്റ്റ് തിയറം 3 മാർക്സ്, വാട്ട് ഈസ് ഏലിയാസിങ്, ഹൗ ടു അവോയ്ഡ് ദ ഏലിയാസിങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ ഏലിയാസിങ്, ദെൻ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സാമ്പിളിംഗ് തിയറം. ഇതൊക്കെ 3 മാർക്സിന് ചോദിക്കാം. അതേപോലെ തന്നെ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ അതുപോലെ 2 സിഗ്നൽ എടുത്ത് തരിക, sin 2πt എന്ന്, sin 2πt പ്ലസ് sin 3πt, ഫൈൻഡ് ദ നൈക്വിസ്റ്റ് റേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് 3 മാർക്ക് തൊട്ട് നമ്മൾ
3 to 7 മാർക്സ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ 2 ഡിഫറെൻറ്റ് സിഗ്നൽ തന്നുകൊണ്ട് അതിൽ നിന്ന് അക്യൂസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി മിനിമം ഫ്രീക്വൻസി എത്രയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 3 to 7 മാർക്സ് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മൊഡ്യൂളിൻ്റെ ലെങ്ത് ഭയങ്കര കുറവാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡ് ചോദിക്കാം. സാധാരണ മൊഡ്യൂൾ 2 ആയിട്ട് കമ്പൈൻഡ് ആയിട്ടാണ് ചോദിക്കുക. നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം മൊഡ്യൂൾ 2-ലാണ് പഠിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് ആ ട്രാൻസ്ഫർ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ കറസ്പോണ്ട് ലാപ്ലേസ് ആണെങ്കിൽ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻവേഴ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. അനദർ ഇമ്പോർട്ടൻറ്റ് സാമ്പിളിംഗ് തിയറം, നൈക്വിസ്റ്റ് തിയറം, ഏലിയാസിൻ. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ 3-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ മൊഡ്യൂൾ 4 സിമിലർലി ഇത് തന്നെയാണ്. ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ. ഇവിടെ നിന്നുണ്ട് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ട്. സോ ഈ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിനകത്ത് പ്രോപ്പർട്ടീസ് ഇൻഡിവിജ്വലായിട്ടും 3 മാർക്സിന് ചോദിക്കാം. പ്രോപ്പർട്ടീസ് യൂസിങ് പ്രോബ്ലംസ്, പ്രോപ്പർട്ടീസ് ഇൻഡിവിജ്വലായിട്ട് 3 മാർക്സ് ചോദിക്കാം. പ്രോപ്പർട്ടീസ് യൂസിങ് പ്രോബ്ലം നമുക്കൊരു 8 മാർക്സ് വരെ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ പ്രോപ്പർട്ടീസ് മാത്രമായിട്ട് 3 മാർക്സ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ. പ്രോപ്പർട്ടീസ്, ഓരോ പ്രോപ്പർട്ടീസ് 4-5 പ്രോപ്പർട്ടി പഠിക്കുക. പ്രോപ്പർട്ടീസ് യൂസിങ് പ്രോബ്ലം നമുക്ക് 8 മാർക്സ് ചോദിക്കാം. സിമിലർലി DTFT. സോ DTFT അതുപോലെ തന്നെ DTFTക്കും പ്രോപ്പർട്ടീസ് ഉണ്ട്. സെയിം പ്രോപ്പർട്ടീസ് ഇൻഡിവിജ്വലായിട്ട് 3 മാർക്സ് ചോദിക്കാം. അത് 3 to 7 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് യൂസിങ് പ്രോബ്ലം. ഇവിടെ അതുപോലെ തന്നെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം എങ്ങനെ പോയാലും 7 തൊട്ട് +7+ മാർക്കാണ്. 7+ മാർക്കിലേക്ക് ഇത് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് ഇതാണ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. മോഡുലസ് ഓഫ് n, ഫൈൻഡ് ദ DTFT ആൻഡ് ഡ്രോ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് 7 മുതൽ 10 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഇത്. മോഡുലസ് ഓഫ് n 7 to 10 മാർക്സ് വരെ എക്സ്പെക്ട് ചെയ്യാം. പ്രോബ്ലം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്, മോഡുലസ് ഓഫ് n, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റ് DTFT, DTFS, പ്രോപ്പർട്ടീസ് യൂസിങ് പ്രോബ്ലംസ്, ദെൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. ഇത്രയും സാധനമാണ് ഇവിടുന്ന് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം യൂസിങ് അനാലിസിസ് ഉണ്ട്, LTA സിസ്റ്റം ഉണ്ട്. സോ LTA സിസ്റ്റത്തിന്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും തരിക. ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഫൈൻഡ് ദ ഇൻവേഴ്സ് x ഓഫ് n കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണ് ഒരു 10 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം LTA സിസ്റ്റം യൂസിങ് DTFT. ഓക്കെ, ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 4-ൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. സോ DTFS, DTFT, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. ഓക്കെ, ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 4-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ DTFT ഇൻഡിവിജ്വൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം 3 മാർക്സ്. ഫൈൻഡ് ദ DTFS, ഫൈൻഡ് ദ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ്, ഫൈൻഡ് ദ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ കമ്പൈൻഡ് ആയിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചോദിക്കാം. പ്രോപ്പർട്ടീസ് പ്രോബ്ലം ചോദിക്കാം. പ്രോപ്പർട്ടീസ് ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇത്രയുമാണ് മൊഡ്യൂൾ 4-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ 5-ൽ ഇസഡ് ട്രാൻസ്ഫോം മാത്രമാണ്. പറഞ്ഞ പോലെ ഇസഡ് ട്രാൻസ്ഫോം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതായത് A⁻n u of n അല്ലെങ്കിൽ ഫൈൻഡ് സൈൻ ഒമേഗ, ഇതൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഫൈൻഡ് ദ റീജിയൻ ഓഫ് കൺവേർജൻസ്, A⁻n വെച്ചിട്ട് ഫൈൻഡ് ദ ROC, ഇതൊക്കെയാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഇതെന്ന് പറഞ്ഞാലും 3 തൊട്ട് നമുക്കൊരു 8 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. പ്രോപ്പർട്ടീസ് ഇൻഡിവിജ്വലായിട്ട് 3 ഉണ്ട്, ഇൻഡിവിജ്വലായിട്ട് 3 മാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു 8 മാർക്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ റിലേഷൻ ബിറ്റ്വീൻ DTFT ആൻഡ് ഇസഡ് ട്രാൻസ്ഫോം. DTFT ആൻഡ് ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു 7 to 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അനാലിസിസിൽ വരിക. 7 to 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് അനാലിസിസിൽ. അതായത് നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും തരിക. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് ശേഷം ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫൈൻഡ് x ഓഫ്
n കാൽക്കുലേറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഷുവർ ആയിട്ടുള്ള 7 to 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി എന്ന് പറയുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി എന്ന് പറഞ്ഞാൽ ആണത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻ. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഫൈൻഡ് ദി Z ട്രാൻസ്ഫോം ഓഫ്, ഫൈൻഡ് ദ റീജിയൻ ഓഫ് കൺവേർജൻസ്, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം, അതൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം വലിയൊരു ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് Z² ഡിവൈഡഡ് ബൈ Z² മൈനസ് 5Z പ്ലസ് 6 അങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈൻഡ് ദി ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഓൾസോ ഫൈൻഡ് ദ റീജിയൻ ഓഫ് കൺവേർജൻസ് വെച്ചിട്ട് റീജിയൻ തരും. സോ റീജിയൻ വെച്ച് നമുക്ക് റീജിയൻ ഓഫ് കൺവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ റിലേഷൻ ഓഫ് DTFT ആൻഡ് Z ട്രാൻസ്ഫോം 3 മാർക്കിൽ ചോദിക്കാം. പിന്നെ അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം യൂസിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 7 to 10 മാർക്സ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതെന്നാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാൽക്കുലേറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും. ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ നമ്മൾ എന്താണ് ROC കാൽക്കുലേറ്റ് ചെയ്യണം. സോ അത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. സോ നമ്മൾ ലാസ്റ്റ് ഇയറിൽ ക്വസ്റ്റ്യൻ കണ്ടാണ് കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഒരു ക്വസ്റ്റ്യൻ തന്നോട് ചെക്ക് വെദർ ദ ഗിവൺ സിസ്റ്റം ഈസ് കോസൽ ഓർ സ്റ്റേബിൾ, അല്ലെങ്കിൽ അറ്റ് ഏത് പോയിന്റ് ഓഫ് റീജിയൻ ഓഫ് കൺവേർജൻസ് കോസലാകും അല്ലെങ്കിൽ സ്റ്റേബിൾ ആകും. സോ ഇത്രയുമാണ് നമ്മുടെ സിഗ്നൽ സിസ്റ്റത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ് ആവാൻ വേണ്ടിയിട്ട് 40 മാർക്സിന് കിട്ടും. അതുപോലെ തന്നെ മാക്സിമം മാർക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ നമുക്ക് മാക്സിമം മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.